ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. രാമക്കൽമേട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിന്ന് നമ്മൾ കുമിളിയിൽ നിന്നും പിന്നെ തേക്കടി പോകാനുള്ള പ്ലാനുണ്ട്. തേക്കടി പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് മുന്തിരിത്തോട്ടം, കമ്പം തേനി റൂട്ടിൽ ഒരു മുന്തിരിത്തോട്ടവും കൂടി കാണാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിയായപ്പോൾ പുറപ്പെട്ടു. 11 മണിയായപ്പോൾ നമ്മൾ രാമക്കൽമേട് എത്തിയായിരുന്നു. ഈ രാമക്കൽമേട് എന്ന് ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം തന്നെ രാമൻ വനവാസകാലത്ത് ഈ പറഞ്ഞ ഒരു 3000 അടി ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഒറ്റപ്പാറയിൽ നിൽക്കുന്ന ഒരു കല്ലാണ്. ഈ കല്ലിൻ്റെ പുറത്തു നിന്നാണ് സീതയെ നോക്കിയ എന്ന ഒരു കഥയൊക്കെയാണ് പറയുന്നത്. അന്ന് കമ്പം തേനി ഈ ഭാഗങ്ങളൊക്കെ കടലായിരുന്നെന്നും ഈ രാമക്കൽ എന്ന് പറഞ്ഞ 3000 അടി ഹൈറ്റിൽ നിൽക്കുന്ന ഈ പാറയുടെ പുറത്തു നിന്നും ശ്രീലങ്കയിലേക്ക് രാമൻ നോക്കിയെന്നുമാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ രാമക്കൽ മേട് എന്നുള്ള ഈ സ്ഥലത്തിന് പേര് കിട്ടുകയും ചെയ്തത്. രാമക്കൽമേട് പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പോകുന്ന വഴിയുള്ള വെള്ളച്ചാട്ടങ്ങളും മലകളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാമക്കൽമേട് 2 മലകളാണ് ഇപ്പോൾ ഉള്ളത്. രാമൻ കയറി നിന്ന് എന്ന മലയും അതിൻ്റെ ഇപ്പുറത്തെ ഒരു മലയുമുണ്ട്. അവിടെയാണ് നമ്മളെ ജീപ്പിന് കൊണ്ടുപോകുന്നത്. രാമൻ കയറി നിന്ന് നോക്കി എന്ന മലയിൽ നമ്മൾ തന്നെ നടന്നു കയറണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജീപ്പിനാണ് പോയത്. ഒരു ഫാമിലിക്ക് ഒരു 1800 രൂപയായിട്ടാണ് അവർ ഈടാക്കുന്നത്. ആ മലയുടെ മേളിൽ കൊണ്ടുപോയി നമ്മൾ ഈ കാഴ്ചകൾ കാണിക്കുന്നതിന് 1800 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന 3000 അടിയിൽ ഹൈറ്റിൽ നിൽക്കുന്ന മലയാണ് രാമൻ കയറി നോക്കി എന്ന് പറയുന്ന മല. ആ മലയിൽ നമ്മൾ നടന്നു തന്നെ കയറണം. അതിൻ്റെ ഓപ്പോസിറ്റ് മലയുടെ മുകളിലാണ് നമ്മൾ കയറിയത്. ആ പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. ജീപ്പിന് പോകുന്ന വഴികളാണ് ഇപ്പോൾ കാണുന്നത്. വളരെ കുത്തനെയുള്ള കയറ്റങ്ങളും ഒക്കെയാണ്. മഴ പെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നല്ല മഴയാണെങ്കിൽ ഇങ്ങോട്ട് കയറ്റി വിടില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്ന മല കണ്ട, ആ മലയുടെ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അതുപോലത്തെ ഒരു ദൃശ്യമാണ് കാണുന്നത്. അത് തമിഴ്നാട് കമ്പം തേനിയുടെ ആ ഏരിയകളാണ് കാണുന്നത്. പഴയ കാലത്ത് ഈ കമ്പം തേനിയൊക്കെ കടലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് ജീപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ മലയുടെ മുകളിലേക്ക് അപ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴി ഒരു ആമപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലവും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം രാമക്കൽ മേട് എന്ന് പറഞ്ഞാൽ ആ കല്ലിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളവിടെ കയറാമെന്നുള്ള പരിപാടിയാണ്. ഇതാണ് ഇപ്പോൾ രാമക്കൽമേട് എന്ന് പറഞ്ഞ പാറയുടെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതാ കാണുന്ന പാറയാണ് രാമൻ കയറി നോക്കി എന്ന് പറയുന്ന പാറ. 3000 അടി ഹൈറ്റിലാണ് ആ പാറ നിൽക്കുന്നത്. ഇതാണ് കമ്പം തേനി തമിഴ്നാടിൻ്റെ ഏരിയകളാണ് ഈ കാണുന്നതെല്ലാം. ഇത് കൃഷിസ്ഥലങ്ങളാണ്. അവിടുത്തെ തെങ്ങിൻ തോപ്പ് അല്ലാതെ കാണുന്നതൊക്കെ മറ്റേ കൃഷിക്ക് വേണ്ടി ഒഴിഞ്ഞിട്ടേക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ആ കളറിലൊക്കെ കാണുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുമിളി ചെന്നിട്ട് തേനി റൂട്ടിൽ പോയി മുന്തിരിത്തോട്ടം ഇതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഇത് ഒരൊറ്റ പാറയാണെന്നാണ് പറയുന്നത്. രാമൻ കയറിയത് 3000 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് ഈ പാറയ്ക്ക് പറയുന്നത്. ഇവിടെ ഈ കാണാനുള്ള ദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ദൃശ്യങ്ങളാണ് രാമക്കൽമേട് കാണാനുള്ള ദൃശ്യം. ഈ മലയുടെ മേളിൽ നിന്ന് നോക്കിയാലാണ് ഫ്ലൈറ്റിൽ നിന്ന് നോക്കുന്നതിൻ്റെ ആ ഒരു ഫീല് തോന്നുന്നു പറഞ്ഞത്. ഈ മലയുടെ മേളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ദൃശ്യത്തിനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രാമക്കൽമേട് വരുന്നവർക്ക് കാണാനുള്ള കാഴ്ചയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഉള്ളത് അവിടെ. പിന്നെ ആമപ്പാറ ആമയുടെ ഒരു പാറയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഗുഹയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി വെറുതെ വരിക. പിന്നെ ഉള്ളത് ഞങ്ങൾ ചെന്നപ്പോൾ ഈ പറഞ്ഞ കാറ്റൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളൊരു 12-1 മണിയായപ്പോഴാണ് ഈ മലയുടെ മുകളിലേക്ക് കയറിയത്. പക്ഷേ കാറ്റല്ല, പൊരിഞ്ഞ വെയിലും ചൂടുമായിരുന്നു ഈ സമയത്ത്. അവിടെ നല്ല കാറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും ഫീലായില്ല. നല്ല ചൂടായിരുന്നു. ഞങ്ങൾ ചെന്നത് 12-1 മണി സമയമായിരുന്നു. ഇനി രാവിലെയൊക്കെ ആകുമ്പോൾ കാറ്റുണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആമപ്പാറ, ആ ഗുഹ. ഇതിൻ്റെ ഇടയിൽ കൂടി കയറ്റിക്കൊണ്ട് പോയിട്ട് നമ്മൾ ആ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടിയൊക്കെ ഇറക്കും. 25 രൂപയാണ് ഇവിടെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ചാർജ് ചെയ്യുന്നത്. വണ്ണമുള്ളവരൊക്കെയാണ് ഇവിടെ വന്ന് തിങ്ങി പോകട്ടോ. അത്രയൊക്കെ ഉള്ളു. ഞാൻ തന്നെ നെങ്ങിയാണ് കയറിപ്പോയത്. അപ്പം ഞങ്ങൾ ഈ ഗുഹയുടെ ഇടയിൽ കയറുന്ന ദൃശ്യങ്ങളൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ അത് ഫുൾ വീഡിയോയിലും ഇടുന്നില്ല. ഇതിൻ്റെ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ കയറി വരുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ആമയുടെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ വേറെ ഒന്നും ഇവിടെ ഇങ്ങനെ കാണാനില്ല പ്രത്യേകിച്ച്. ഇപ്പോൾ പിന്നെ അവിടെ ഒരു സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു വീക്ക് പോയിന്റ് കാണാനുള്ളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തതാണ് മറ്റേ ആമയുടെ ഒരു പാറ. അവർ ആമയുടെ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പാറക്ക് ആമപ്പാറ എന്നുള്ള ഒരു പേര് വന്നേക്കുന്നത്. ഇതാണ് ആ പാറ. ഇതിന് ഒരു ആമയുടെ ഷേപ്പാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ജീപ്പിന് നേരെ പോകുന്നത് കുറവനും കുർത്തിയുടെ പ്രതിമ ചെയ്തു വച്ചേക്കുന്ന ഭാഗത്തേക്കാണ്. അപ്പോൾ ജീപ്പിൽ നമ്മൾ ഈ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ 1500 രൂപ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ജീപ്പിനെ അവർ കൊണ്ടുപോയിക്കോളും. നമ്മുടെ വണ്ടി അവിടെ ഒതുക്കിയിട്ടാൽ മതി. അപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നണം. പിന്നെ നമ്മൾ ഈ രാമൻ കയറിയ കല്ലിലൊക്കെ നമ്മൾ നടന്ന് തന്നെ കയറണം. അപ്പോൾ അതിനുള്ള സ്റ്റാമിനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കയറാം. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കുറവനും കുറത്തിയുടെയും പ്രതിമ ഇരിക്കുന്ന ഏരിയ. ഇവിടെ നിന്നാലും ആ കല്ല് രാമൻ കയറിയ കല്ല് കാണാം. ഇതാണ് ആ രാമൻ കയറിയ കല്ല്. ഇവിടെ നടന്ന് തന്നെ കയറണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ സൗണ്ടിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ മൈക്ക് ഉപയോഗിച്ചതിൻ്റെ കംപ്ലൈൻറ്റുകളാണ്. വച്ച പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഞാൻ പരിഹരിച്ച് പുതിയ വീഡിയോ ഇടുന്നതാണ്. ജീപ്പുകാർ അപ്പോൾ നമ്മളിവിടെ ഇറക്കി വിട്ടിട്ട് പോയി. ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് നടന്ന് തന്നെ ഇറങ്ങണം. നമ്മുടെ വണ്ടി ഇട്ടാണ് താഴത്താണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് താഴത്തേക്ക് സ്റ്റെപ്പ് ഉണ്ട്, ഇതുവഴി നടന്ന് താഴത്തേക്ക് പോവുക. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കുമിളിയിലേക്കാണ്. കുമിളിയിൽ പോയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്.